കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ സർക്കാരിന്റെ നേതൃത്വത്തിലായിരുന്നു കേരളം ഭരിച്ചിരുന്നത്. 10 വർഷത്തെ കാലയളവിന് ശേഷം പിണറായി വിജയൻ താഴെ ഇറങ്ങുമ്പം അവരുടെ സർക്കാരും കൂടെ മറ്റു പല സ്ഥാനത്തിരിക്കുന്നു. നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഖാദി ബോർഡിന്റെ അങ്ങനെ പല കോർപ്പറേഷന്റെയും പല ബോർഡിന്റെയും ചെയർമാൻമാരും പല ആൾക്കാരും രാജിവെക്കേണ്ടതുണ്ട്. അങ്ങനെ പല നേതാക്കന്മാരും രാജിവെച്ചപ്പം അതെല്ലാം വേക്കൻ്റ് ആയി കിടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, മുമ്പ് പി കെ ശശിയുടെ ഖാദി ബോർഡ് ചെയർമാൻ്റെ സ്ഥാനത്തോട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന രാഷ്ട്രീയ സ്ഥാനാർത്ഥിത്വമാണ് ഇതൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയന്റെ സർക്കാർ ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ അടുത്ത പാർട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും 2026 ഇലക്ഷനിൽ ജയിച്ചു കയറിയത് UDF ആണ്. 102 സീറ്റുമായിട്ട് അവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയക്കാരെയാണ് സാധാരണ കയറാറുള്ളത്. പക്ഷേ ഇതിനൊക്കെ ഒരു KPCC പ്രസിഡന്റ് വേണം. കാരണം അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കയറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണയോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവോടെ അദ്ദേഹമാണ് ഇവരെ നോമിനേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ നിലവിൽ കേരളത്തിൻ്റെ അവസ്ഥ, കേരളത്തിനൊരു KPCC പ്രസിഡന്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓൾറെഡി നിലവിലുണ്ടായിരുന്ന പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന പല ചെയർമാൻമാരും ബോർഡിൻ്റെ നേതൃത്വത്തിലിരുന്ന കശുവണ്ടി ബോർഡിൻ്റെ അല്ലെങ്കിൽ പലതരത്തിലുള്ള റബ്ബർ കോർപ്പറേഷൻ്റെ ബോർഡിൽ അങ്ങനെ പല കോർപ്പറേഷൻ്റെ ബോർഡിലും ഉണ്ടായിരുന്ന പല നേതാക്കന്മാരെ രാജിവെച്ചോടുകൂടി ഇനി ആ സ്ഥാനത്തിൽ തലസ്ഥാനത്ത് വെക്കാനുള്ള നേതാക്കന്മാരില്ലാത്തത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലോട്ട് കടക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഭരണത്തിൽ കയറിയിട്ട് ഏകദേശം 2 മാസം തികയുന്നു. 2 മാസം തികയുമ്പോഴും ഇതേവരെ KPCC പ്രസിഡന്റ് നമുക്കില്ല. ഓൾറെഡി ഉള്ള ആൾ തന്നെ ഈ പറഞ്ഞ പോലെ വൈദ്യുതി മന്ത്രിയാണ്. കൂടാതെ അദ്ദേഹം തന്നെയാണ് KPCC പ്രസിഡന്റ്. കൂടാതെ അദ്ദേഹം തന്നെയാണ് MLA. അതുകൊണ്ട് തന്നെ ഈ എല്ലാ പൊസിഷനും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള കോർപ്പറേഷൻ്റെയും ബോർഡിൻ്റെയും പല ഉന്നത സ്ഥാനങ്ങളിലേട്ടും കാലിയായി കിടക്കുന്നു. ഭരണം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലോട്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് VD സതീശൻ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതും പുതിയ KPCC പ്രസിഡന്റ് ഉടൻ തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യമായി VD സതീശൻ രാഹുൽ ഗാന്ധി, അതായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ തന്നെ അടുത്ത KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ PCC പ്രസിഡന്റ് കേരളത്തിലോട്ട് വരുമ്പോൾ അത് KPCC ആവും. പൊതുവേ നമ്മൾ പറയാറുള്ളത് PCC പ്രസിഡന്റ് എന്നാണ് പറയാറുള്ളത്. കേരളത്തിൽ വരുമ്പോൾ KPCC. അപ്പോൾ എന്നിരുന്നാലും KPCC പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ള ചർച്ച വലിയ തരത്തിൽ വീണ്ടും ആകാംക്ഷയോടെ വരുന്നുണ്ട്. കാരണം എല്ലാ കൊല്ലത്തെ പോലെയല്ലേ ഇപ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഭരണം കിട്ടിയ സ്ഥിതിക്ക് ഇനി ആരായിരിക്കും എന്നുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓൾറെഡി ഹൈക്കമാൻഡ് മുമ്പോട്ട് വെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഒന്നിലധികം സ്ഥാനങ്ങൾ കൈക്കൽ വെക്കണ്ട അല്ലെങ്കിൽ അത്തരം കൈയാളണ്ട എന്നുള്ള കാര്യം ഓൾറെഡി ഹൈക്കമാൻഡ് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോകുമ്പോൾ അത് നടപ്പിലാക്കാൻ ഈ ICCക്കും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനൊക്കെ സാധിക്കുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. കാരണം പല സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ പോലെ അതത്ര സുഗമമായി നടക്കുന്ന ഒരു കാര്യമല്ല. കേരളത്തിലും വ്യത്യസ്തമല്ല. കേരളത്തിലും ഇതുപോലെ തന്നെ ഭയങ്കര രൂക്ഷമായിട്ട് നടക്കുന്ന നമുക്കറിയാം, മുഖ്യമന്ത്രിയെ നടത്തിയ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള വിഷയത്തിൽ നടന്ന ചർച്ചയും അതുപോലെ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഒരുപാട് കാലം നീണ്ടുപോയതാണ്. അപ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ള വലിയ ചോദ്യചിഹ്നം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഇതിൽ പ്രധാനപ്പെട്ടായിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ഓൾറെഡി കയ്യിൽ സ്ഥാനമുള്ള അല്ലെങ്കിൽ ഒരു ഉന്നത പദവി അലങ്കരിക്കുന്ന നേതാക്കന്മാർ വീണ്ടും KPCCയിലോട്ട് വരണ്ട എന്നുള്ള വാർത്തയല്ല എന്നുള്ള ഉത്തരവ് KPCC ആദ്യമേ കൊടുത്തായിരുന്നു, AICCയും കൊടുത്തായിരുന്നു. പക്ഷെ കാര്യങ്ങൾ നോക്കുമ്പം അങ്ങനെയല്ല. ഒരു വിഭാഗം, ഒരു ഡസൻ MPമാരെ ഓൾറെഡി രംഗത്തെത്തി കഴിഞ്ഞു. അവർക്ക് KPCC പ്രസിഡന്റ് ആവണം എന്നുള്ളത് നമുക്കറിയാം. ഷാഫി പറമ്പിലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാഫി ഒരിക്കലും MP സ്ഥാനം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. വടകരയിലോട്ട് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വമാണ് കൊണ്ടുപോയത്. അദ്ദേഹം പലവട്ടം വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇനി അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഏകലക്ഷ്യം ഈ പറഞ്ഞ പോലെ പാലക്കാട് നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയാവുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. പക്ഷെ അത് നടന്നില്ല എന്നുള്ളത് അദ്ദേഹത്തെ MP ആക്കിയ സ്ഥിതിക്ക് പിന്നീട് ഹൈക്കമാൻഡിൻ്റെ നിലപാട് MPമാരും ഇനി നിയമസഭയിലോട്ട് മത്സരിക്കേണ്ട എന്നുള്ള നിലപാടെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. മാത്രമല്ല ഒരു ന്യൂനപക്ഷ പ്രതിനിധി എന്നുള്ളതിലേക്ക് തനിക്ക് സീറ്റ് അവകാശമുണ്ട് എന്നുള്ളത് ഷാഫി പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ KPCC പ്രസിഡന്റ് കാര്യത്തിലോട്ട് വരുമ്പം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തു നിന്ന് ഷാഫി പറമ്പിൽ രംഗത്തോട്ട് വരുന്നു. അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് മുമ്പോട്ട് വരുന്നുണ്ട്. കോൺഗ്രസിൽ ഈ പറഞ്ഞ പോലെ ഈഴ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർക്ക് പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇവൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ പോയി നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ച പല നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജാതി മത സമവാക്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് മാത്രമേ ഉള്ളൂ നിലവിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തോട്ട് ഒരാളെ
അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മുസ്ലിം പ്രതിനിധി ആയിരിക്കണോ, അതല്ല ഹിന്ദു പ്രതിനിധി ആയിരിക്കണോ, അതല്ല സണ്ണി ജോസഫിൻ്റെ കാര്യം നമുക്കറിയാം. സുരേഷ് ഗോപി വല്ലാണ്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സക്സസ്ഫുള്ളായി നടക്കുന്നു എന്നുള്ളതും തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ മാറി എന്നുള്ളതും കണ്ടപ്പോഴാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കിയത്. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂടെ കൂട്ടണം എന്നുള്ളതിൻ്റെ ആവശ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മത ജാതി സമവാക്യങ്ങളും കൂടെ കൂട്ടുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വെല്ലുവിളിയാണ്. അപ്പം ഒരു ഭാഗത്ത് ഷാഫി പറമ്പിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ കോൺഗ്രസിനും അതുപോലെ തന്നെ ലീഗിനും, പ്രത്യേകിച്ച് UDF മുന്നണിക്ക്, അത് RSP ആയിക്കോട്ടെ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർക്ക് കൃത്യമായി സാധിച്ചു എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിൻ്റെയും ഈ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റിന്റെ ആവശ്യം ഒട്ടും പുറകിലായിരിക്കില്ല. മറുവശത്ത് ഈ പറഞ്ഞ പോലെ കൊടിക്കുന്നിൽ സുരേഷ് നിൽക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ബെന്നി ബെഹനാൻ നിൽക്കുന്നുണ്ട്. അപ്പം ആർക്കായിരിക്കും ഈ സാധനം വീഴുക എന്നുള്ളത്, ഇതിൻ്റെ എല്ലാത്തിലും അപ്പുറം പിന്നെ ആൻ്റണി നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു അദ്ദേഹം വേണം. അപ്പം ഒരു ഡസനോളം MP മാർ നമ്മൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ആൻ്റണി, ഞാൻ 4 പേരും മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയും ഒരു ഡസനോളം നേതാക്കന്മാർ അതിൻ്റെ ഭാഗത്തുണ്ട്. അവർക്കെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റിന് യോഗ്യതയുണ്ട്, അർഹതയുണ്ട് എന്ന് പറയുന്നവർ മാത്രമല്ല. കാസർഗോഡ് MP അടക്കം ഈ വിഷയം ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഞാനൊട്ടും മോശമല്ല, എനിക്കും അതിന് അർഹതയുണ്ടെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള, ഷാഫി പറമ്പിൽ അടക്കമുള്ള, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള, ബെന്നി ബെഹനാൻ അടക്കമുള്ള, ആൻ്റണി അടക്കമുള്ള നേതാക്കന്മാർ ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റിന് വേണ്ടിയിട്ടുള്ള ഇത് ഈ പറഞ്ഞതെല്ലാം MP മാരാണ്. ഇവരെല്ലാം KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയിട്ട് അടിപിടി കൂടുന്നു. മറുവശത്ത് MLA മാരായിട്ടുള്ള മാത്യു കുഴൽനാടനെ പോലത്തെ നേതാക്കന്മാരുണ്ട്. അപ്പം മാത്യു കുഴൽനാടനും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സ്ഥാനത്തോട്ട് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പം മാത്യു കുഴൽനാടനുണ്ട് MLA മാരുടെ ഭാഗത്ത് നിന്ന്, MP മാരുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു ഡസനോളം മാനുകൾ. ഇതൊന്നുമല്ല, മുൻകഴിഞ്ഞ നേതാക്കന്മാരെ KPCC പ്രസിഡന്റുമാർ, അതായത് പഴയ ഓൾഡ് KPCC പ്രസിഡന്റുമാരെ വീണ്ടും സ്ഥാനത്തോട്ട് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് KC ജോസഫിനെയും അതേപോലെ തന്നെ MM ഹസനെയൊക്കെ മുമ്പോട്ട് വെക്കുന്ന പല കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ബോർഡ് കോർപ്പറേഷൻ്റെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നിയമിക്കണമെങ്കിൽ ആദ്യം KPCC പ്രസിഡന്റ് വേണം. ഈ KPCC പ്രസിഡന്റിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ബോർഡിൻ്റെ ചെയർമാൻമാരെ സ്ഥാപിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭരണം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ പറഞ്ഞ പോലെ പുതിയ KPCC പ്രസിഡന്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി VD സതീശൻ രാഹുൽ ഗാന്ധിയെ, കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രി VD സതീശൻ രാഹുൽ ഗാന്ധിയെ നേരിട്ട് പോയി കാണുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. മാത്രമല്ല ഇതേ സമയം തന്നെ KC വേണുഗോപാൽ അവിടെ ഉണ്ടാവും. നിലവിലുള്ള KPCC പ്രസിഡന്റിന്റെ അഭിപ്രായം ചോദിക്കും, മുമ്പുണ്ടായിരുന്ന KPCC പ്രസിഡന്റുമാരുടെ അഭിപ്രായം ചോദിക്കും. ഈ പറഞ്ഞ പോലെ പഴയ MP മാരും പഴയ MLA മാരും പഴയ AK ആന്റണിയെ പോലത്തെ പല മുതിർന്ന നേതാക്കന്മാരുടെയും അഭിപ്രായം ചോദിച്ചു. ഏകദേശം 10ഓളം ഡസൻ MP മാർ ഓൾറെഡി, ഡസൻ MP മാർ മാത്രമല്ല MLA മാരടക്കമുള്ള പല നേതാക്കന്മാർ, മുൻ KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ ഓൾറെഡി രംഗത്തെത്തി കഴിഞ്ഞു. അവർക്ക് KPCC പ്രസിഡന്റ് യോഗ്യതയുണ്ട്, അവർക്കിത് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാടെടുക്കുന്നുള്ളതും അതെടുത്തു തന്നാൽ ഈ പറഞ്ഞ പോലെ മുൻ മുഖ്യമന്ത്രിയെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതുപോലെ ഇനിയും KPCC പ്രസിഡന്റ് സ്ഥാനത്തോട്ട് വരുമ്പോൾ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളതും കോൺഗ്രസ് ആ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതും വളരെയേറെ ആകാംക്ഷ ഉള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ വിഷയം ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളത്.